ദാഹം സഹിക്കവയ്യാതെ ആ വൃദ്ധൻ മരണത്തോട് മല്ലിടുകയായിരുന്നു. അല്പം വെള്ളത്തിനായി അദ്ദേഹം ആ കൊച്ചു പെൺകുട്ടിയോട് ചോദിക്കാൻ തുനിഞ്ഞതാണ്. എന്നാൽ ആ പെൺകുട്ടി വെള്ളം തനിക്ക് പിന്നിലേക്ക് വലിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു, ഒരു ഗ്ലാസ്സിന് 10 യൂറോ. വെള്ളം കുടിക്കണമെങ്കിൽ ആദ്യം പണം തരണം. പാവം വൃദ്ധൻ ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ പോലും അവസരം നൽകാതെ ദാഹം മൂലം അവിടെ തന്നെ കുഴഞ്ഞു വീണു മരിച്ചു. പെട്ടെന്ന് എവിടെ നിന്നില്ലാത്ത ഒരു കറുത്ത നിഴൽ പ്രത്യക്ഷപ്പെട്ടു. അത് വൃദ്ധന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ വന്ന സാക്ഷാൽ മരണമായിരുന്നു. എന്നാൽ ട്രാക്കറിൽ വൃദ്ധൻ അവിടെ തന്നെയുള്ളതായി കാണിക്കുന്നുണ്ടെങ്കിലും മരണത്തിന് അയാളെ കണ്ടെത്താനായില്ല. മരണം ആശയക്കുഴപ്പത്തിലായി നിൽക്കുമ്പോഴാണ് തന്റെ കാലടിയിൽ തന്നെ ആ വൃദ്ധൻ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മരണം പെട്ടെന്ന് കുനിഞ്ഞ് ആ വൃദ്ധനെ തോളിലേറ്റാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ വൃദ്ധന് അമിതഭാരമുണ്ടായതിനാൽ മരണം പിറകോട്ട് വീച്ചു പോവുകയും അബദ്ധത്തിൽ പെൺകുട്ടിയുടെ ചെറിയ സ്റ്റാൻഡ് തട്ടിമറിയുകയും ചെയ്തു. കടയിലുണ്ടായിരുന്ന വെള്ളമെല്ലാം നിലത്ത് ഒഴുകിപ്പോയി. ആ പെൺകുട്ടി ദേഷ്യത്താൽ കലിതുള്ളി. മരണം അവിടെ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോൾ അവൾ അയാളുടെ വസ്ത്രത്തിൽ മുറുകെ പിടിച്ചു. കൗതുകം തോന്നിയ മരണം കുനിഞ്ഞ് അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. പെൺകുട്ടി തന്റെ കടയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടും മരണത്തിനൊന്നും മനസ്സിലായില്ല. തന്റെ കട നശിപ്പിച്ചതിന് പണം നൽകാതെ മരണം പോകരുതെന്നായിരുന്നു അവളുടെ വാശി. ആശയക്കുഴപ്പത്തിലായ മരണം നോക്കി നിൽക്കെ അവൾ ആംഗ്യഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. അവൾ 1, 2, 3, 4, 5 ഗ്ലാസ് വെള്ളം എന്ന് എണ്ണി കാണിച്ചു. ഒരു ഗ്ലാസ്സിന് 10 യൂറോ വെച്ച് ആകെ 50 യൂറോ തരണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. പണം വാങ്ങാനായി അവൾ കൈപ്പത്തി നീട്ടിപ്പിടിച്ചു. എന്നാൽ മരണം ഇത് തെറ്റായി മനസ്സിലാക്കി. അവൾ തനിക്ക് ഹൈഫൈ നൽകാൻ വരികയാണെന്ന് കരുതി മരണം മടിക്കാതെ അവളുടെ കയ്യിൽ അടിച്ചു. തൊട്ടടുത്ത നിമിഷം ആ കൊച്ചു പെൺകുട്ടി നിലം പതിച്ചു.